ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മൂണി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ മൂണി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സംഗതി, മൂണി ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സ്. അപ്പോൾ ഈ ഒരു ഗ്രേവി മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിലേക്ക് തക്കാളി, വലിയ ഉള്ളി, നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന ഒരു സാധനം നമുക്കിനി കട്ട് ചെയ്യാനോ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കണ്ട, ഗരം മസാല തയ്യാറാക്കിയെടുക്കണ്ട, ഒന്നും വേണ്ട. ഈ ഒരൊറ്റ ഗ്രേവി മിക്സ് മാത്രം മതി നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്രേവി മിക്സും കൂടിയാണ് ഇട്ടത്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ തന്നെ ഓസോണൈസ്ഡ് വെള്ളത്തിൽ കഴുകി 100% വിഷാംശങ്ങൾ നീക്കിയിട്ടുള്ള ഒരു ഗ്രേവി മിക്സ് കൂടിയാണ്. അജിനാമുട്ടയോ കളറുകളോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈനികർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി സൂക്ഷിക്കുന്ന റിട്ടോട്ട് പ്രോസസ്ഡ് എന്ന പാക്കിലാണ് ഇത് ബിരിയാണി മസാല തയ്യാറാക്കിയിട്ടുള്ളത്, പാക്ക് ചെയ്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് പൊട്ടിക്കാതെ നമുക്ക് ഒരു വർഷം വരെ ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന ഗ്രേവിയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സ് പോലെ തന്നെ മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാ വിചാരിച്ചാൽ അതൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ ചെറിയൊരു കോട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. സാധാ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഗ്രേവി മിക്സിൽ ഉപ്പുണ്ടാവും, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കനിൽ പിടിക്കാനുള്ള ആവശ്യത്തിലുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഒരു ശാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കത് ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാതെയും ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഗ്രേവി മിക്സിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ബാക്കി ദമ്മിടുമ്പോൾ വെന്ത് കിട്ടുമല്ലോ, ചിക്കനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു ഹാഫ് കുക്ക് രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഗീ റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒരു കുക്കറിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ബാക്കി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓണിയനൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിൻ്റെ മേലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ആയി കിട്ടിയാൽ മതി. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. ബാക്കി നമ്മുടെ ദമ്മിടുമ്പോൾ അതിൽ നിന്നും റെഡിയായി കിട്ടിക്കോളും. അപ്പം ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ റൈസിൻസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് എത്രയാണോ അരി എടുക്കുന്നത്, അപ്പോൾ ഞാനിവിടെ 3 കപ്പ് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ 400 ഗ്രാമിൻ്റെ, അതിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 4.5 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് പറഞ്ഞാൽ ഏകദേശം 750 ഗ്രാം അരി ഉണ്ടാവും. അപ്പോൾ അതിനൊരു 4.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. 2 ഭാഗം ഒരേപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കഴുകി അരി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ആ വിസിൽ വന്നതിന് ശേഷം നമുക്കതിൻ്റെ എയറൊക്കെ ഒന്ന് ഒഴിവാക്കുകയും വേണം. അത് എയർ പോയിട്ട് തുറക്കാനായിട്ട് കാത്തു നിൽക്കരുത്. അപ്പോൾ അത് വിസിൽ വന്ന ഉടനെ തന്നെ അതിൻ്റെ എയറൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുക. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മൂണി ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവി മിക്സ് എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 300 ഗ്രാമിൻ്റെ പാക്കാട്ടോ. അപ്പോൾ അതിലേക്ക് 750 ഗ്രാം ചിക്കനാണ് എടുത്തതെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒരു ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പൊരിച്ച വെളിച്ചെണ്ണ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത ചിക്കൻ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഗ്രേവി മിക്സ് ഉണ്ടല്ലോ, മൂണിയുടെ ഗ്രേവി മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാട്ടോ ഇത് ഒഴിക്കുമ്പോൾ, നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, കാരണം നമ്മളിതിലേക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ടേസ്റ്റ് ഉണ്ടാവും എന്താ അതിൻ്റെ സ്ഥിതി നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഉണ്ടാക്കി റെഡിയാക്കി നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്കൊക്കെ ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുണ്ടോ മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഉപയോഗിച്ചിട്ട് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ബസുമതി റൈസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, കായ്മ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ഈ സാധാ ജോക്കർ അരിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങിക്കാൻ പറ്റില്ല. അടുത്തുള്ള കടയിൽ നിന്ന് ഏത് അരിയാണ് കിട്ടുന്നത് അത് വാങ്ങിയിട്ട് വെക്കാൻ ചെയ്യുന്നത്. നമുക്ക് മുഴുവനായിട്ട് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനും അതുപോലെ തന്നെ കാഷ്യൂനട്ട് റൈസിൻസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ആർക്കേജ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ദമ്മൊക്കെ ഇട്ട് ശേഷം ലാസ്റ്റ് നമ്മൾ ചോറ് സെർവ് ചെയ്യാൻ നേരത്ത് മിക്സ് ആക്കുന്ന സമയത്താണ് കുറച്ച് ആർക്കേജ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ബിരിയാണി പോട്ടിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലാക്കിയതിന് ശേഷം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി 10 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാനിതിലേക്ക് കുറച്ച് ആർക്കേജ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതൊരു ഒരു 750 ഗ്രാം അരിക്ക് കറക്റ്റായിട്ടുള്ള മസാല ഗ്രേവി മിക്സ് ആയിട്ട് അതിലുള്ളത്. കറക്റ്റാണ് അതിലേക്ക്. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അധികം കളറോ ഒന്നുമില്ല, നല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു കളറാണ് ഇത് നമുക്ക് കിട്ടുന്നത്. കൂടുതലായിട്ടുള്ള എന്താ പറയുക, കളർ കൂട്ടുമ്പോൾ വേറൊരു കളർ കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൂണി ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂണി ബിരിയാണിയുടെ ഗ്രേവി മിക്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് എന്താ ഒരു പാക്കിന് 300 ഗ്രാമിൻ്റെ ഒരു പാക്കിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് 99 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ പ്രൈസും അതുപോലെ തന്നെ അവർ കൊറിയറായിട്ട് അയച്ചൊക്കെ തരും. അപ്പം വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അതുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ബിരിയാണിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഒനിയന്, കാഷ്യൂനട്ട്, റൈസിൻസൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.